എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ഈ അതിക്രമത്തിന് മുതിരുന്നത്? അവരുടെ പ്രശ്നം ബോംബൊന്നുമല്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻറ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയനെ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഈ ട്രംപ് പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് ഇറ്റ്സ് എ ഷോർട്ട് ടേം മെഷർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് ടു സ്റ്റേ ദർ ഫോർ അനദർ 1 month. ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, ഒരു പക്ഷേ ഈ അഫ്ഗാൻ്റെയൊക്കെ അനുഭവം നോക്കിയാൽ ഒരു 10 കൊല്ലമെങ്കിലും കഴിയാതെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം പറഞ്ഞിരിക്കുന്നു ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. Several aircraft, fighter aircrafts have been shot down. ഇറാൻ ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിട്ട് യുദ്ധം ഞങ്ങൾ തുടരും, യുദ്ധം അതിശക്തമായി തുടരും, ഒരു ചർച്ചയായി അമേരിക്കയായിട്ട് ചർച്ചയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ ശ്രീ NP ചെക്കൂട്ടിയാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഗൗരവപൂർണമായ സംവാദങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ TK ഹാരിസിനെ പോലുള്ള എഴുത്തുകാർ പശ്ചിമേഷ്യയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. TK ഹാരിസിൻ്റെ രചനകളെ എഡിറ്റ് ചെയ്ത് പുസ്തകരൂപത്തിലാക്കി ഒലിവിലകളും എണ്ണപ്പാടങ്ങളും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതിൽ ശ്രീ NP ചെക്കൂട്ടിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ എഡിറ്റർ. സ്വാഗതം. ഓക്കെ. TK ഹാരിസ് നൽകിയിരുന്ന ചില മുന്നറിയിപ്പുകൾ ഇപ്പോഴത്തെ ഈ ഇറാൻ അമേരിക്ക ഇസ്രയേൽ ക്രൈസിസിൻ്റെ ഘട്ടത്തിൽ ദീർഘദർശനം പോലെ തോന്നുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഞാൻ എൻ്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട്. പ്രവാചക സ്വഭാവമുള്ള ഒരുപാട് വിലയിരുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പുകളിലുണ്ട് എന്ന്. കാരണം ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് ആണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് തന്നെ പശ്ചിമേഷ്യയിലെ അന്തരീക്ഷം വളരെ വളരെ മോശമായിരുന്നു. ഗസയിൽ ദീർഘമായിട്ടുള്ള ഒരു എന്താ പറയുക ജിനോസൈഡൽ വാർ അമേരിക്ക നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തന്നെ വളരെ ക്ലിയറായിട്ട് ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ എങ്ങോട്ടാണ് പോകുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇതിൽ ഈ പറയുന്ന പുസ്തകത്തിൽ ഏതാണ്ട് 5 or 6 ലേഖനങ്ങളിൽ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു സംഗതി 2003 ജോർജ് ബുഷിൻ്റെ ലീഡർഷിപ്പിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ വിമോചിപ്പിക്കാൻ, സദ്ദാം ഹുസൈനെ പോലുള്ളൊരു കിരാതനിൽ നിന്ന് ഇറാഖി ജനതയെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിമോചന പോരാട്ടം എന്ന വാക്കാണ് അന്ന് അവർ ഉപയോഗിച്ചത് 2003. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 4-5 ലേഖനങ്ങൾ അന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഇന്ന് അത് തിരിച്ചു നിൽക്കുന്ന സമയത്ത് 22-21 വർഷത്തിന് ശേഷം കൃത്യമായിട്ട് അന്ന് എന്താണോ ജോർജ് ബുഷിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, ഇറാഖി ജനതയെ ഒരു സദ്ദാമിനെ പോലെ കിരാതനയിൽ നിന്ന് വിമോചിപ്പിക്കാൻ ഞങ്ങൾ അവിടെ വരുന്നു, ഞങ്ങളൊരു വിമോചന പോരാളികളാണ് എന്ന് പറഞ്ഞ അതേ ആള് അതേ വർത്തമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ പ്രഭാഷണത്തിൽ, യുദ്ധം പ്രഖ്യാപിച്ചുള്ള പ്രഭാഷണത്തിൽ we are giving a chance to Iranian people to liberate themselves, സ്വയം വിമോചിപ്പിക്കാൻ, സ്വയം ശക്തി നേടാൻ ഉള്ള ഒരു അവസരം ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ലോകത്തെല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യം അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കച്ചവട സാധനങ്ങൾ എല്ലാ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണെന്നാണ് തോന്നുന്നത്. അവരുടെ അവകാശവാദമാണ്. പക്ഷെ എല്ലാ അനുഭവങ്ങളിലും ഇതിനു മുമ്പുള്ള മിക്കവാറും എല്ലാ ജനങ്ങളുടെ നേരെ അവരെടുത്ത് നടത്തിയ കയ്യേറ്റങ്ങളുടെ കാര്യം, ഇപ്പം വിയറ്റ്നാം നമുക്ക് വളരെ ദീർഘകാലത്തെ നമുക്ക് അനുഭവം ഉള്ളതാണ്. വിയറ്റ്നാമിൽ എന്താ സംഭവിച്ചത്, പിന്നീട് വന്നതാണ് ഇറാഖും പിന്നെ അഫ്ഗാനിസ്ഥാനും. ഈ 2 രാജ്യങ്ങൾക്ക് ശേഷം അവർ പലതരത്തിലുള്ള ഇടപെടലുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ വിപുലമായിട്ടുള്ള അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇപ്പം അതിന് ശേഷം വരുന്ന ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ഇറാൻ്റെ നേരെയുള്ളത്. പക്ഷേ ഇറാൻ്റെ നേരെയുള്ള കടന്നാക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 2003 ജോർജ് ബുഷിനെ പോലുള്ള ആളുകൾ പോലും
മടിച്ചു നിന്നത് ഒരു സംഗതിയായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ളത്. ഇറാഖിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരവും പാരമ്പര്യവും ജീവിത രീതിയും ആയുധശേഷിയുമുള്ള ജനമാണ് ഇറാനിയൻ ജനത. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് വീണാൽ ചിലപ്പം അമേരിക്കക്കാർ വലിയ ട്രാപ്പിൽ വീഴും എന്ന് കൃത്യമായിട്ട് അന്നത്തെ പോളിസി മേക്കേഴ്സിന് അറിയാമായിരുന്നു. അമേരിക്കയിലുള്ള നയരൂപീകരണ വിദഗ്ധന്മാർ എല്ലാവരും പറഞ്ഞത് ഇറാനെ പോലുള്ളൊരു രാഷ്ട്രവുമായിട്ടൊരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പൊതുവിലുള്ള ഒരു ഒപ്പീനിയൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പം ഈ പുതിയ യുദ്ധത്തിൻ്റെ സമയത്ത് ഇപ്പം സംഭവിച്ചത് എന്താ വെച്ചാൽ അത്തരത്തിലൊരു റീസണബിൾ ആയിട്ടുള്ള വളരെ റാഷണൽ ആയിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ മേക്കിങ്ങോ അല്ലെങ്കിൽ വിശദമായ ചർച്ചയോ നടത്താതെയാണ് ഇവർ ഈ അറ്റാക്കിലേക്ക് പോകുക. അതിന് പല ലക്ഷണങ്ങളുണ്ട്, പല തെളിവുകളുണ്ട്. അതിലൊന്ന് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പരാതി എന്ന് അവർ പറയുന്നത് ഇറാൻ ഒരു ആണവ സമ്പുഷ്ടീകരണ പദ്ധതി നടത്തുന്നുണ്ട്. ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിന് ഭീഷണിയാണ്. ലോകത്തിന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഭീഷണിയാണ് എന്ന് ലോകം ഇസ്രായേൽ എന്ന് കൂട്ടുക, അത് ഭീഷണിയാണ്. ആ ഭീഷണി അതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇതിലുള്ള വിഷയം 2015 ഒബാമയുടെ കാലത്ത് ഇറാനുമായിട്ട് ആഗോള രാജ്യങ്ങളുടെ നിരവധി രാജ്യങ്ങളുടെ ഒരു ലീഡർഷിപ്പിൽ 5-6 രാജ്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അമേരിക്ക ഒരു കരാറിലെത്തിയിട്ടുള്ളതാണ്. അമേരിക്ക കരാറിലെത്തിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക മാത്രമല്ല, അവർ ഐക്യരാഷ്ട്രസഭയുടെ എക്സ്പേർട്ട് കമ്മിറ്റിക്ക് ഇത് പരിശോധിക്കാൻ അവരുടെ എല്ലാ ആണവ നിലയങ്ങളും തുറന്നു കൊടുത്തു. ഇറാനിലെ എല്ലാ നാൻസ് അടക്കമുള്ള എല്ലാ ആണവ നിലയങ്ങളും അവർ തുറന്ന് ഇന്റർനാഷണൽ ഇൻസ്പെക്ഷന് വിധേയമാക്കി. ഇന്റർനാഷണൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എക്സ്പേർട്സാണ്. അവർ റിപ്പോർട്ട് കൊടുത്തത് അവരുടെ ആണവ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആയുധം ഉണ്ടാക്കാനുള്ള ലെവലിലല്ല, ആ തരത്തിലുള്ള റിഫൈനിങ് അതിനകത്ത് നടക്കുന്നില്ല. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനല്ല, പവർ ഉണ്ടാക്കാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സമ്പുഷ്ടീകരണം എന്ന് സർട്ടിഫൈ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി ഒബാമയുടെ ഭരണകാലത്ത് ഇറാനെതിരായിട്ടുള്ള എല്ലാവിധ ഈ ഉപരോധങ്ങളും നീക്കം ചെയ്തതാണ്. സാങ്ഷൻസ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇറാനെ സാമ്പത്തികമായിട്ട് ഉപരോധത്തിൽ ഏർപ്പെടുത്തി, ശ്വാസം മുട്ടിച്ച് അവരുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ സമ്മതിച്ചില്ല, അവർക്ക് അന്താരാഷ്ട്ര മേഖലകളിൽ വ്യവസായങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ല, ആഗോള വ്യാപാര വേദികളിൽ നിന്ന് അവരെ പുറത്താക്കി, അതൊക്കെ വാണിജ്യ വികസന വേദികളിൽ നിന്ന് ഒഴിവാക്കി, പണം വിനിമയം ചെയ്യുന്ന മേഖലകളിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഇറാനെ ഒറ്റപ്പെടുത്തിയ ഒരു സന്ദർഭത്തിലാണ് ഈ കരാറുണ്ടാവുന്നത്. ആ കരാറിനെ തുടർന്ന് എല്ലാ സാങ്ഷൻസ് വിഡ്രോ ചെയ്തതാണ്. എന്നിട്ട് എന്താ ചെയ്തത്? 2016 ട്രംപ് ആദ്യം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നടപടികളിലൊന്ന് വി ആർ വിഡ്രോയിങ്. അദ്ദേഹം പ്രഖ്യാപിച്ചു വി ആർ വിഡ്രോയിങ്. എന്തെന്ന്? ഇറാനുമായിട്ടുള്ള സമാധാന കരാറിൽ ഞങ്ങൾ വിഡ്രോ ചെയ്യാന്ന്. എന്തായിരുന്നു കാരണം? അതുണ്ടാക്കിയത് ഒബാമ എന്ന് പറയുന്ന പുള്ളിക്ക് കണ്ടുകൂടാത്ത ഒരാളായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് വിഡ്രോ ചെയ്തു. ഇപ്പോൾ ആ വിഡ്രോ ചെയ്തതിന് ശേഷം ഇറാന് സ്വാഭാവികമായിട്ടും അവർക്ക് സെൽഫ് ഡിഫെൻസിനുള്ള അവകാശമുണ്ട്, ആയുധം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അവരത് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സേനകൾ ഇതെല്ലാം പോയിട്ട് ചുട്ടുപൊട്ടിച്ചു, ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് തകർത്തു. പിന്നെ ഇത് രണ്ടാമത് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു റീസണും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ യുദ്ധം ആരംഭിച്ചത് എന്ന് പോലും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു തെളിവ് ഇത് അവരൊരു പോളിസി മേക്കിംഗ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല എന്നുള്ള രണ്ടാമത്തെ തെളിവ് ഇന്ന് അദ്ദേഹം പറയുന്നത്, എന്നാലും എന്താ അദ്ദേഹം പറയുന്നത്, CNN ഞാൻ കണ്ടതാണ്. The attack on Iran has been ahead of schedule. ഇറാന് നേരെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത ആക്രമണം നേരത്തെ വിചാരിച്ചതിൽ മുമ്പ് ആയിപ്പോയി. അതെന്താ? അതിൻ്റെ അർത്ഥം ഒരു കൺട്രോളും തോന്നിയ മാതിരി ആളുകളെ വെറുതെ നെഞ്ഞത്ത് കയറുക എന്നുള്ളതാണ്. ആ സമയത്ത് ഹെഡ് ഓഫ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത് നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് നിങ്ങളൊരു വിശ്വാസി സമൂഹത്തിന് നേരെ അറ്റാക്ക് ചെയ്യുന്നത് ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ലോക സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവര് ഒമാന്റെ ലീഡർഷിപ്പിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സമാധാന ചർച്ച നടത്തിയിരിക്കുക. ഇറാനുമായിട്ട് ഈ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ അവർ കണ്ടീഷൻസ് അവർ സമ്മതിച്ചതാണ്. വി ആർ റെഡി ടു അഗ്രി, അമേരിക്കയുടെ കണ്ടീഷൻസ് ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്നതിൽ ഈ ആണവ സമ്പുഷ്ടീകരണമായിട്ട് വിഷയങ്ങളിൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഇറാനിയൻ ഫോറിൻ
മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷം അത് അദ്ദേഹം ഈ ബുസൈദി എന്നാണ് അദ്ദേഹത്തിന് പേര്, ഒമാനി ഫോറിൻ മിനിസ്റ്റർ ബുസൈദി, അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്, അധികം വൈകാതെ തീരുമാനമെത്തും. അതിൻ്റെ പിറ്റേന്നുണ്ടായി ബോംബ് വീണു. അപ്പം ഈ തരത്തിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു നയമില്ലായ്മ, ഒരു പോളിസി ഇല്ലായ്മ, ഇത് വളരെ വ്യക്തമാക്കുന്നത് അമേരിക്ക ഒരു വലിയ ട്രാപ്പിലേക്ക് ചെന്ന് ചാടി എന്നുള്ളതാണ്. അതിന് മൂന്നാമത്തെ ഒരു തെളിവ് കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ യുദ്ധം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ സഖ്യകക്ഷിയായ കുവൈത്തിലേക്കുള്ള ആളുകൾ, കുവൈത്ത് അതായത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം പറഞ്ഞിരിക്കുന്നു, ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. സെവറൽ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഹാവ് ബീൻ ഷോട്ട് ഡൗൺ. ഇവർ പറഞ്ഞ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട അത്യന്താധുനികമായ വിമാനങ്ങൾ ചത്ത കാക്ക താഴോട്ട് വീഴുന്ന മാതിരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടെലിവിഷൻ. എന്ന് വെച്ചാൽ ഇറാൻ്റെ പ്രത്യാക്രമണം അതിശക്തമായിട്ട് വരുന്നുണ്ട്. ആ പ്രത്യാക്രമണത്തിൽ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ വിമാനങ്ങൾ പോലും വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ചുരുങ്ങിയത് 1/2 ഡസൻ സൈനികരെങ്കിലും ഇതിനകം തന്നെ ഡെഡ് ബോഡിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രംപ് പറയുന്നു ഇനിയും ആൾ മരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാൻ, മറ്റൊരു വിയറ്റ്നാം, മറ്റൊരു ഇറാഖ് എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം അമേരിക്ക പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു സമ്മർദ്ദമായിരിക്കും ട്രംപിന് എങ്ങനെ ഒരു തീർച്ചയായും ഇസ്രായേലിന് സമ്മർദ്ദം ഉണ്ടാവുന്ന കാര്യത്തിൽ ഇസ്രായേൽ എല്ലാ കാലത്തും ഈ പ്രദേശത്ത് ഒരു മറ്റുള്ള രാജ്യങ്ങളെ, മറ്റുള്ള ഭരണ സംവിധാനങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു പോളിസിയാണ്. അപ്പോൾ അത് 67 യുദ്ധകാലത്ത് അവർ സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കിയതിൻ്റെ തെളിവാണ് ഈജിപ്റ്റ്. അന്ന് സത്യത്തിൽ 50-കളിലും 60-കളിലും ഒക്കെ അറബ് ലോകത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ്. ഗമാൽ നാസറിൻ്റെ ഒക്കെ കാലം മുതൽ വളരെ ശക്തമായിട്ട് രാജ്യമായിരുന്നു. പക്ഷേ 67 യുദ്ധത്തിൽ സത്യത്തിൽ ഈജിപ്തിന് വലിയ നഷ്ടം വന്നു. അവർക്ക് ഒരുപാട് പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു, വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തി. അതോടുകൂടിയാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി അവർ ഇസ്രായേലുമായിട്ട് കുറേയൊക്കെ തന്ത്രങ്ങൾ, ജോർദാൻ അടക്കമുള്ള പല രാജ്യങ്ങളും ആ തരത്തിൽ നിലപാട് പ്രോ അമേരിക്കൻ പൊസിഷനിലേക്ക് പോയി. പക്ഷേ ആ സമയത്തും വളരെ ശക്തമായിട്ട് നിന്ന രാജ്യങ്ങൾ പിന്നെ ഒന്നാണ് ഇറാൻ. ഇറാഖ് മറ്റൊരു വളരെ ശക്തമായ രാജ്യമാണ്. ലിബിയ മുഹമ്മദ് ഗദ്ദാഫിയുടെ ലിബിയ മറ്റു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമ്മർദ്ദങ്ങളെ അതിശക്തമായിട്ട് ചേർത്ത് വന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഹമാസ് വളരെ ശക്തമായിട്ടൊരു പോരാട്ടം നടത്തിയത്. ഹമാസിന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് ഇറാനായിരുന്നു. ആ ഇറാനുള്ള സഹായങ്ങൾ എത്തിക്കാൻ അവർക്ക് കൂടുതൽ സഹായകരമായിട്ടുള്ളത് സിറിയ, ഈ അസദിൻ്റെ ആ പ്രദേശം, അവരുടെ ഭരണകൂടം ഇരിക്കുന്ന സമയത്ത് ഹമാസുമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ ഏറ്റവും ശക്തമായിട്ട് സഹായിച്ചിരുന്നത് ഇറാനാണ്. മറ്റൊന്ന് ഈ ലെബനോൺ പ്രദേശത്ത്, ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് അതിർത്തിയിലാണ് ലെബനോൺ കിടക്കുന്നത്. അവിടെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന മറ്റൊരു ഒരു സൈനിക വിഭാഗമുണ്ട്. ആ സൈനിക വിഭാഗത്തിന് ഏറ്റവും ശക്തമായ പിന്തുണയും സഹായവും നൽകിയിരുന്നത് ഇറാനാണ്. അപ്പോൾ ഈ 2 പ്രസ്ഥാനങ്ങളും, ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി തകർക്കാൻ, അത് ഇല്ലാതാക്കാൻ പല നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഹമാസിൻ്റെ നേതാവിനെ ആക്ച്വലി സിറിയയിൽ വെച്ചിട്ടാണ് വധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ട് അവർ അറ്റാക്ക് നടത്തി, ഹിസ്ബുള്ള അവർക്കെതിരായിട്ട് തിരിച്ചു അറ്റാക്ക് നടത്തി. അപ്പോൾ അതിലൊക്കെ അവർ നേരത്തെ തന്നെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇറാനിയൻ ഭരണകൂടത്തെ തകർക്കുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ആഗ്രഹമായിരുന്നു. അത് നിരന്തരമായിട്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതുവരെ അമേരിക്കൻ ഭരണകൂടം ആ തരത്തിലുള്ള ഒരു ആപൽക്കരമായ ഒരു നീക്കത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത്, ഈ അൽ ഖാമിനി എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവ്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് എവിടെയാണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ എവിടെയാണുള്ളതെന്നും കൃത്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്തു കൊടുത്തത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കത് ഈ ചാര വിമാനങ്ങളുണ്ട്, ചാര കണ്ണുകളുണ്ട്, അത് വെച്ചിട്ട് അവരത് പിൻ പോയിൻ്റ് ചെയ്ത് വെച്ചു. അവർ കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ മിസൈലുകൾ അയച്ച് അവർ തകർത്തത് എന്ന് പെൻറ്റഗൺ വൃത്തങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകി. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കുതന്ത്രങ്ങൾക്ക്, ഇസ്രായേലിൻ്റെ ഹീനതന്ത്രങ്ങൾക്ക് അമേരിക്ക വിധേയമായി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു പരിധി വരെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ വർഷം പോലും ട്രംപിൻ്റെ മാറ്റം വളരെ അത്ഭുതമാണ്. കഴിഞ്ഞ വർഷം പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് നടത്തിയ ആദ്യത്തെ സന്ദർശനത്തിൽ ഇസ്രായേലിലേക്ക് പോയില്ല.
ഇസ്രായേൽ ഒഴിവാക്കിക്കൊണ്ട് സൗദി അറേബ്യയിലും മറ്റു പ്രദേശങ്ങളിലുമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പക്ഷേ അതിന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയെ ഇസ്രായേലിൻ്റെ ട്രാപ്പിൽപ്പെടുത്തുന്നതിൽ നെതന്യാഹു വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ഇറാന് വരെ ഇപ്പോൾ അറ്റാക്ക് നടക്കുകയാണ്. അതിൻ്റെ ഫലം അനുഭവിക്കാമെന്ന് അമേരിക്കയാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രദേശത്ത് മുഴുവൻ അമേരിക്കൻ ക്യാമ്പുകളാണുള്ളത്. അമേരിക്കയുടെ ക്യാമ്പുകളിലെല്ലാം കുവൈത്തിൽ കിടക്കുന്നുണ്ട്, ഇറാന്റെ ആക്രമണം, കുവൈത്തിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, UAE-യിലുണ്ട്. അങ്ങനെ അവിടെയുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. അമേരിക്ക എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഇത്രയും ലോകത്തിന് ഇത്രയും ഇങ്ങനെ വിശാലമായ ഈ പ്രദേശത്ത് അവരുടെ സൈനികരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേ ആർ ഇൻ എ സീരിയസ് ക്രൈസിസ് എന്നാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി വരെ ഈ ക്യാമ്പുകൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അവിടെ ക്യാമ്പുകൾ പ്രൊട്ടക്ട് ചെയ്യലാണ് ഒരു പ്രശ്നം. ക്യാമ്പുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പുറമെ അവർ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത്, അമേരിക്കയുടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രദേശമാണ് ഈ എൻറ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ. വലിയ അമേരിക്കൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ദുബായ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സെൻ്ററാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സുമാണ്. മൂന്നാമത്തായിട്ട് അമേരിക്കയുടെ ആയുധ വ്യവസായത്തിൻ്റെ ഒരു വലിയ പർച്ചേസിങ് സെൻറ്റർ എന്ന് പറയുന്ന ഈ രാജ്യങ്ങളാണ്. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി, ഇപ്പം ദുബായിൽ ബോംബ് വീണിരിക്കുന്നു, അബുദാബിയിൽ ബോംബ് വീണിരിക്കുന്നു, ദോഹയിൽ വീണിരിക്കുന്നു, മനാമയിൽ വീണിരിക്കുന്നു, സൗദി അറേബ്യയുടെ പല പ്രദേശങ്ങളിലുണ്ട്. സോ അവർ ആഗ്രഹിക്കാതെ, അവരുദ്ദേശിക്കാതെ, ഒരു തലക്കും അവർ ഇൻവോൾവ് അല്ലാത്ത രൂപത്തിൽ അവർ ഈ യുദ്ധത്തിലേക്ക് വലിച്ചടിക്കപ്പെടുകയാണ്. അപ്പം അത് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിൽ തങ്ങൾ ബലിയാടാക്കുകയാണെന്നൊരു ബോധ്യം അറബ് ജനതയ്ക്ക് വന്നു കഴിഞ്ഞാൽ, അറബ് ജനതയ്ക്ക് ആ ബോധ്യം വന്നാൽ ഈ ഭരണാധികാരികൾക്കൊക്കെ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും. കാരണം കഴിഞ്ഞ തവണ തന്നെ ഈ അറബ് വസന്തം വന്നപ്പോൾ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ പല അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പല ഭരണാധികാരികൾക്കും മാറേണ്ടി വന്നിട്ടുണ്ട്. പലരെയും ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആഘാതം അറബ് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിസന്ധികൾ അതുണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് ഇന്ന് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും പല ഭരണാധികാരികൾക്കും ആ പോളിസിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തോന്നുന്നത്. ഇതിൽ റഷ്യ അല്ലെങ്കിൽ ചൈന, വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവർ കുറേ കൂടി ഇറാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ്. നയപരമായിട്ട് ബന്ധങ്ങളുണ്ട്. ചിലപ്പോൾ ആയുധങ്ങളുടെ കൈമാറ്റത്തിൻ്റെ അടക്കമുള്ള ബന്ധങ്ങളുണ്ടാവാം. അവരൊരു പരസ്യ നിലപാടിലേക്ക് വരും. എന്താ തോന്നുന്നത്? ഇതൊരു വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കാരണം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കിടപ്പ് നോക്കിയാൽ നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറെയാണ് ബോധപൂർവം ലക്ഷ്യം വെച്ച് തകർക്കുന്നത്. അത് ഒരിക്കലും ലോക ചരിത്രത്തിൽ തന്നെ അത്തരം സംഗതികൾ അപൂർവമാണ്. ഒരു കൺട്രി, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് അതൊരു സാക്രോസാങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പവിത്രമായ പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾ ആരോടാ നെഗോഷിയേറ്റ് ചെയ്യുക? ഒരു യുദ്ധം തുടങ്ങിയെന്ന് വിചാരിക്കുക, ആ യുദ്ധം അവസാനിപ്പിക്കണ്ടേ? ആ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ആളെ തന്നെ നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും? അപ്പോൾ അത് അരാജകത്വത്തിലേക്ക് പോലുള്ള പോക്കാണത്. അത് തീർച്ചയായും ഒരു പ്രശ്നമുണ്ടാക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇറാനിയൻ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഇറാനിയൻ ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം അമേരിക്കയ്ക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ ഭരണകൂടം വളരെ സ്ട്രോങ് ആണ്. അതിന് ആഭ്യന്തരമായ എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ ജനകീയ പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുള്ളതാണ് അവിടുത്തെ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ. അവിടെ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ജനകീയമായ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രസിഡന്റും അതുപോലെ ആളുകൾ അധികാരത്തിൽ വരുന്നത്. ഈ റിലീജിയസ് ലീഡേഴ്സിനെ മാത്രമാണ് തിരഞ്ഞെടുക്കാത്തത്. പക്ഷേ മറ്റെല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭരണകൂടത്തിന് ജനപിന്തുണയുള്ള കാലത്തോളം അവരെ മാറ്റൽ എളുപ്പമല്ല. മാത്രമല്ല, റഷ്യയെ പോലെ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, റഷ്യ
ഈ ഉക്രൈനെതിരായിട്ട് സമരം ആരംഭിച്ചപ്പോൾ 4 വർഷം യുദ്ധം നടത്തിയപ്പോഴും റഷ്യക്ക് ധാരാളം ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ പക്ഷേ കണ്ടമാനം അവർക്ക് നഷ്ടപ്പെട്ട് വേസ്റ്റായി, പല സംഗതികൾ ഉപയോഗശൂന്യമായിട്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഈ പുതിയ തരം ഈ ഡ്രോണുകളുടെ ടെക്നോളജിയിൽ ഉക്രൈൻ വളരെ ശക്തമാണ്. അതേ തരത്തിലുള്ള ഡ്രോണുകൾ ടെക്നോളജിയിൽ ഏറ്റവും ശക്തമായ മറ്റൊരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വളരെ പവർഫുള്ളായുള്ള ഡ്രോണാണ് പിന്നീട് ഉക്രൈന് നേരെ ഉപയോഗിക്കാനായിട്ട് റഷ്യ വാങ്ങിച്ചത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ഡീപ്പാണ്. ഇറാൻ ഭരണകൂടം നഷ്ടപ്പെടുക വെച്ചാൽ റഷ്യയെ സംബന്ധിച്ച് അവരുടെ തന്നെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. അവരൊരു 4 വർഷമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉക്രൈനിൽ. അപ്പം ആ നിലയിൽ റഷ്യയെ പോലെ രാജ്യങ്ങൾക്ക് അതിശക്തമായിട്ട് ഇറാനെ പിന്തുണയ്ക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ഈ അതിക്രമത്തിന് മുതിരുന്നത്? അവരുടെ പ്രശ്നം ബോംബൊന്നുമല്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻറ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയനെ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. റഷ്യയിൽ ആ വെസ്റ്റ് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളിലും പവർഫുള്ളായിട്ടുള്ള ഈജിപ്തിനെ അവർ നേരത്തെ ഡീസ്റ്റബിലൈസ് ചെയ്ത് കഴിഞ്ഞു, ഈജിപ്തിനെ നശിപ്പിച്ചു കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ പലരും വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ ഇറാനായാലും ശരി, സൗദി അറേബ്യ ആയാലും ശരി, ഖത്തർ ആയാലും ശരി, UAE ആയാലും ശരി, ഇതൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളാണ്. പല നിലയ്ക്ക് അവർ സാമ്പത്തികമായി സായുധമായിട്ട് അന്താരാഷ്ട്ര ഡിപ്ലോമസിയുടെ രംഗത്തൊക്കെ അവരുടെ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. അവർ ഓരോന്നോരോന്നായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ വെസ്റ്റ് ഏഷ്യ വിൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന് ചോദ്യം ചെയ്യാനോ ഇസ്രായേലിൻ്റെ അജണ്ടകൾക്ക് മറുപടി പറയാനോ ആരുമില്ലാത്തൊരവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അജണ്ട. പക്ഷെ അത് ഒരു കാരണവശാലും ചൈനയെ പോലുള്ള ഒരു രാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു ലോകത്തെ നയിക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യപ്പുറത്തുണ്ട് ചൈന. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖല ഈ വെസ്റ്റ് ഏഷ്യ ഏഷ്യയുടെ ഭാഗമാണ്. ചൈന ഏഷ്യയിലെ ഏറ്റവും വികസിതമായ ഏറ്റവും ശക്തമായ രാജ്യമാണ്. അപ്പം ആ വെസ്റ്റ് ഏഷ്യയിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ ആധിപത്യം എന്ന് പറയുന്നത്, ആ തരത്തിലുള്ള പ്രദേശം ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവിധ താല്പര്യങ്ങളെയും ഹനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചൈന ഈ കാര്യത്തിൽ ശക്തമായ നിലപാടിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ചൈനയ്ക്ക് ഒരു പരിധി വരെ മാത്രമേ അമേരിക്കയുടെ കടന്നാക്രമണത്തെ എന്താ പറയുക ടോളറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ ചൈനയ്ക്ക് വളരെ ആപൽക്കരമായിട്ടൊരു സിറ്റുവേഷൻ ഉയർന്നു വരും. എനിക്ക് തോന്നുന്നത് ഒരു ഗ്ലോബൽ ക്രൈസിസിലേക്ക് ഇത് നീങ്ങും എന്നാണ് തോന്നുന്നത്. അമേരിക്ക ഇതിൻ്റെ ഒരു എന്താ റിപ്പർക്കഷൻസ് എത്രത്തോളം ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ്. ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയുടെ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരവ് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അപ്പം അതേ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി, മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായാലും ശരി, ഇവരുടെ സാധനങ്ങൾ പടിഞ്ഞാറോട്ട് പോകണം. പടിഞ്ഞാറിൽ നിന്ന് സാധനം ഇങ്ങോട്ട് വരുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ആ കടലിടുക്ക് യഥാർത്ഥത്തിൽ ഇറാൻ പൂട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് അവർ പൂട്ടുന്ന അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പാർഷ്യലായിട്ട് ഇത് അംഗീകരിക്കും. മാത്രമേ പൂട്ടിയാലും പൂട്ടിയിട്ടില്ലെങ്കിലും അവർ അതിലൂടെ ചരക്ക് കടത്തിപ്പം നിന്നിരിക്കുകയാണ്. കാരണം അവിടെ ഈ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഏതാണ്ട് 100 കണക്കിന് ടാങ്കറുകൾ ഇപ്പം തന്നെ ബ്ലോക്കായി കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം എൻറ്റയർ ഏഷ്യൻ റീജിയനകത്ത് അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തകർക്കപ്പെടും. അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടൽ വഴി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ ജനസംഖ്യയുള്ളത്, ആ പ്രദേശങ്ങളുടെ ഇക്കോണമിയെ അതിശക്തമായിട്ട് തകർക്കുന്ന ഒരു പ്രശ്നം. ഇപ്പം ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 10 ദിവസം ഈ എണ്ണവരവ് നിന്നുപോയാൽ ഇന്ത്യയിൽ വിലക്കയറ്റം അതിരൂക്ഷമാവും. 74-77 സമയത്ത് ആ യുദ്ധത്തിൻ്റെ സമയത്തുള്ള കാര്യം ഓർമ്മയുണ്ടോ? ഇന്ദിരാഗാന്ധി അവസാനം ആളവണ്ടിയിലാണ് പാർലമെൻറ്റിൽ പോയത്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക്, അത് അന്ന് പശ്ചിമേഷ്യൻ പ്രശ്നമായിരുന്നു, പശ്ചിമേഷ്യയിലെ ക്രൈസിസ് ആയിരുന്നു ഇവിടെ ഇന്ത്യയിൽ ക്രൈസിസ് ഉണ്ടാക്കാൻ കാരണം. അതേ തരത്തിലൊരു ക്രൈസിസിലേക്ക് ഇന്ത്യൻ ഇക്കോണമി പോയാൽ ഈ നരേന്ദ്രമോദി അവിടെ 2 ദിവസം മുമ്പ് മറ്റേ ചങ്ങാതിന് നെറ്റാന്യാഹുവിനോട് പോയി കെട്ടിപ്പിടിച്ചിട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ എന്തുണ്ട് ഇസ്രായേൽക്കാരനെ വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണ കൊണ്ട് തരാൻ കഴിയില്ല. ഇസ്രായേൽക്കാരന് പോയിട്ട് ഈ ചാര ഉപഗ്രഹങ്ങളൊക്കെ തരാൻ പറ്റൂ, പെഗാസസ് സോഫ്റ്റ്വെയർ തരാൻ പറ്റൂ, പക്ഷേ എണ്ണ വേണമെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ വേണം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി, അതുപോലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ഘടനയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു അതിക്രമം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങളെ ചെറുക്കുക എന്നുള്ളത് അവരുടെ തന്ത്രപരമായ ആവശ്യമായിട്ട് വരും. മോദിക്ക് പോലും ഇതിൻ്റെ ഭയാനകമായിട്ട് കോൺസിക്വൻസസ് മനസ്സിലാക്കാൻ 1-2 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടും. കാരണം
അത്ര വലിയൊരു ഒരു 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 ക്രൈസിസ് കൊണ്ട് ഒരു ഇമ്പാക്റ്റാണ് ഈ യുദ്ധം ഇന്ത്യയുടെ മേൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വിലക്കയറ്റം താങ്ങാൻ കഴിയാത്ത വിലക്കയറ്റത്തിൽ പോലും ഇന്ത്യയിലെ കയറ്റുമതി വ്യവസായം തകരും, ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം തകരും, എന്നാൽ ഇന്ത്യയിലെ വിലക്കയറ്റം നമുക്ക് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും. എങ്ങനെ നോക്കിയാലും ഇതൊരു വലിയ പ്രതിസന്ധി ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേരളീയർ പോയി തൊഴിൽ ചെയ്യുന്നൊരു ഏരിയ ആണല്ലോ. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമ്പദ്ഘടന ഇതുമായിട്ട് ടൈപ്പായി നിൽക്കുന്ന അടുത്ത ഏത് പ്രശ്നവും നമ്മളെ ബാധിക്കും. എങ്ങനെയായിരിക്കും അത് മലയാളികളെ ഈ നിരക്ക് യുദ്ധം നീണ്ടു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം വെച്ചാൽ അമേരിക്കക്ക് ഇപ്പം ആദ്യം ഈ ട്രംപ് പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് ഇറ്റ്സ് എ ഷോർട്ട് ടേം മെഷർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് ടു സ്റ്റേ ദർ ഫോർ അനദർ 1 month. ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, ഒരു പക്ഷേ ഈ അഫ്ഗാൻ്റെയൊക്കെ അനുഭവം നോക്കിയാൽ ഒരു 10 കൊല്ലമെങ്കിലും കഴിയാതെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങളൊരു ക്രൈസിസിലേക്ക് ചാടിയാൽ, നിങ്ങളൊരു ചളിക്കുണ്ടിലേക്ക് ചാടിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാൻ പറ്റില്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഷീം ചേഞ്ച് ഉണ്ടാക്കണം, ഭരണകൂടത്തെ മാറ്റണം. നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭരണകൂടത്തെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ബോംബ് ഇടാം, മിസൈൽ ഇടാം, പക്ഷേ ഭരണകൂടത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഇറങ്ങണം. ഭൂമിയിൽ ഇറങ്ങിയിട്ട് പുതിയൊരു ഭരണാധികാരിയെ ഇൻസ്റ്റാൾ ചെയ്യണം. ഭരണാധികാരിയെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ എടുത്ത് മാറ്റണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പട്ടാളത്തെ അവിടെ ഇറക്കണം. പട്ടാളത്തെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇറാഖിലെ അനുഭവം എല്ലാവർക്കും 2003 പട്ടാളം ഇറങ്ങി രണ്ടാഴ്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ അമേരിക്കക്കാരെ തല പോകുക എന്നുള്ള അവസ്ഥ വന്നത്. 100 കണക്കിന് ആളുകളുടെ മരണമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുണ്ടായത്. ആ തരത്തിലൊരു ക്രൈസിസിലേക്ക് പോയ അമേരിക്ക എന്ത് ചെയ്യും? വിട്ടോടാൻ കഴിയില്ല. കാരണം അമേരിക്കയിൽ ഇപ്പം തന്നെ 5-6 ആളുകൾ ഡെഡ് ബോഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരു 2-3 ആഴ്ച കൊണ്ട് ഇവർ ഭൂമിയിലേക്ക് കലാൽപ്പട ഇറക്കി കഴിഞ്ഞാൽ 100 കണക്കിന് ഡെഡ് ബോഡികൾ വരും. ഡെഡ് ബോഡി ആയിട്ട് അമേരിക്ക ചെന്ന് അമേരിക്കക്കാരൻ ചോദിക്കില്ല, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ കുട്ടികളെ കൊന്നൊന്നും ചോദിക്കില്ലേ? അപ്പോൾ വിജയിക്കാൻ കഴിയാത്തൊരു യുദ്ധമാണ്. ആ ഒരു ക്രൈസിസ് ഉള്ള സമയത്ത് യുദ്ധം തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലത്തേക്കെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അമേരിക്ക ഉണ്ടാക്കിയ പ്രശ്നമാണ്. മാത്രമല്ല, ഇന്ന് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ചർച്ചക്കുമില്ല. ഇറാൻ ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിട്ട് യുദ്ധം ഞങ്ങൾ തുടരും, യുദ്ധം അതിശക്തമായി തുടരും, ഒരു ചർച്ചയായാലും അമേരിക്കയായിട്ട് ചർച്ചയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിട്ട് എന്താ നഷ്ടപ്പെടാനുള്ളത്? അവരുടെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ തന്നെ കൊന്നു. അപ്പം അതിന് പ്രതികാരം ചെയ്യാനുള്ള അവരുടെ ധാർമ്മികമായ ബാധ്യതയാണ്. പിന്നെ രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങളോട് 10 കൊല്ലമാണ് ഈ ഇറാഖുമായിട്ട് ഏതാണ്ട് 10 കൊല്ലം യുദ്ധം നടത്തിയ രാജ്യമാണ്. അപ്പം അതുകൊണ്ട് യുദ്ധവും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ത്യാഗങ്ങളും അവർക്കൊരു പുത്തനല്ല. ആ ഒരു നിലക്ക് നോക്കിയാൽ യുദ്ധം തുടരുകയും ആ പ്രദേശത്ത് എൻറ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ദുബായ് പോലെ പ്രദേശങ്ങൾ, ദോഹ, മനാമ, അബുദാബി, ഇതൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ജിദ്ദ പോലെ സ്ഥലങ്ങൾ, അവിടെ പിന്നെ ആ പ്രദേശങ്ങളിലൊക്കെ സംഘർഷമൊക്കെ സ്വാഭാവികമായിട്ടും ആഗോള വാണിജ്യം നിന്നിരിക്കുന്നു, വിമാനങ്ങളില്ലാണ്ടായിരിക്കുന്നു. മലയാളീസ് പോപ്പുലേഷൻ വലിയ ക്രൈസിസിലാണ്. ഒരുപാട് പേര് ഇപ്പോൾ കുടുങ്ങിയിട്ടുണ്ട്. പലർക്കും തിരിച്ചു പോരേണ്ടതായിട്ട് വരും. അങ്ങനൊരു കാരണം ഇപ്പം മുൻകാലങ്ങളുടെ മാതിരി വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് റിക്കവർ ചെയ്യില്ല എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കേരള സർക്കാരും ഇന്ത്യ സർക്കാരും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു സമയമാണ്. അവിടെ കുടുങ്ങിയിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക, അവർക്ക് തൊഴിൽ നൽകുക, അവർക്ക് പുനരധിവാസം നൽകുക തുടങ്ങിയ പഴയ ഒരു കുവൈത്ത് പ്രശ്നം ഉണ്ടായില്ലേ? കുവൈത്തിൽ സദ്ദാം ഹുസൈൻ അറ്റാക്ക് ചെയ്ത സമയത്ത് എല്ലാവരും ഇവിടെ കൊണ്ടുവരേണ്ടത്. ആ തരത്തിൽ പക്ഷേ ഒരു മാസ് ആയിട്ടുള്ള ഇങ്ങോട്ട് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതി അന്ന് വിമാനങ്ങൾ അയച്ചിട്ടാണ് ഈ ആളുകൾക്ക് ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൂടായികയില്ല. കാരണം അവിടെ ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പക്ഷെ അവർക്ക് വരാൻ വാഹനമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ കുവൈത്ത് യുദ്ധകാലത്ത് ചെയ്ത മാതിരിയുള്ള ചില അടിയന്തര നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത്.